ചാമ്പ്യൻ വേഴ്സസ് ചാമ്പ്യൻ മാച്ചിൽ അങ്ങനെ PSG വിജയിച്ചു. യൂറോപ്പ ലീഗിലെ ചാമ്പ്യൻസും ചാമ്പ്യൻസ് ലീഗിലെ ചാമ്പ്യൻസുമാണ് യുഫ സൂപ്പർ കപ്പിൻ്റെ ഫൈനലായിട്ട് വരിക. ആ ഒരു മാച്ചിൽ PSG തന്നെ ചാമ്പ്യൻസ് ആയിട്ടുണ്ട്. കുറച്ച് കാലങ്ങളായിട്ട് ചാമ്പ്യൻസ് ലീഗിലെ ചാമ്പ്യൻസ് തന്നെയാണ് യുഫ സൂപ്പർ കപ്പിൻ്റെ ചാമ്പ്യൻസ് ആവാറ് പൊതുവെ. ലാസ്റ്റ് എനിക്ക് തോന്നുന്നു 2018 അത്ലറ്റിക്കോ മാഡ്രിഡ് റയൽ മാഡ്രിഡിനെ പരാജയപ്പെടുത്തി, ആ ഒരു 4-2 എന്നുള്ളൊരു സ്കോറിന് പരാജയപ്പെടുത്തി അവസാനം അവരാണ് യൂറോപ്പ ലീഗിലെ ചാമ്പ്യൻസ് യുഫ സൂപ്പർ കപ്പ് ചാമ്പ്യൻസ് ആയത്. അത് കഴിഞ്ഞ് ബാക്കിയുള്ളത് ഓൾമോസ്റ്റ് എല്ലാം ലിവർപൂൾ ആയിക്കോട്ടെ, ബയൺ മ്യൂണിക്ക്, പിന്നെ റയൽ മാഡ്രിഡ്, സിറ്റി, വീണ്ടും റയൽ മാഡ്രിഡ്, ഇപ്പോൾ PSG. ഓക്കെ, അപ്പോൾ PSG ഈ ഒരു സീസണിലെ യുഫ സൂപ്പർ കപ്പ് ചാമ്പ്യൻസ് ആയിട്ടുണ്ട്. ടോട്ടൻഹാം ഹോട്ട്സ്പറിനെയാണ് പരാജയപ്പെടുത്തിയിട്ടുള്ളത്. 2-2 എന്നുള്ളൊരു സ്കോറാണ് 90 മിനിറ്റിൻ്റെ ഉള്ളിൽ വന്നത്. അത് കഴിഞ്ഞ് പെനാൽറ്റിയിൽ 4-3 എന്നുള്ളൊരു സ്കോറിന് ടോട്ടൻഹാം ഹോട്ട്സ്പർ പരാജയപ്പെട്ടു. ടോട്ടൻഹാം ഹോട്ട്സ്പർ വെറുതെ പരാജയപ്പെട്ടതല്ല കേട്ടോ. പൊതുവേ എന്താ പറയുക, ഇപ്പോൾ ആഴ്സണൽ പരാജയപ്പെട്ടതുപോലെയോ അല്ലെങ്കിൽ ആസ്റ്റൺ വില്ല പരാജയപ്പെട്ടതുപോലെയോ അങ്ങനെയല്ല ടോട്ടൻഹാം പരാജയപ്പെട്ടുള്ളത്. ടോട്ടൻഹാം എന്ന് പറയുന്നത് പ്രീമിയർ ലീഗിൽ അത്ര നല്ല ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീമല്ല. 17ാം സ്ഥാനത്താണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലൊക്കെ. യൂറോപ്പ ലീഗ് മാത്രമാണ് കഴിഞ്ഞ സീസണിൽ അവർക്ക് ആകെ ഒരു ചാമ്പ്യൻഷിപ്പായിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ അവർക്ക് അവരുടെ പഴയ കോച്ചിനെ സാക്ക് ചെയ്ത് വിട്ടിട്ടുണ്ട്. പുതിയ കോച്ച് തോമസ് ഫ്രാങ്കിൻ്റെ അണ്ടറിലുള്ള എന്താ പറയുക, ടീം അഡാപ്റ്റ് ചെയ്ത് വരുന്നുള്ളൂ. പ്രീ സീസൺ മാച്ചസ് ഒക്കെ കഴിഞ്ഞ് ഡയറക്റ്റ് ഒരു ഒഫീഷ്യൽ മാച്ച് തോമസ് ഫ്രാങ്കിന് വരുന്നത് ഒരു ഫൈനൽ മാച്ചാണ്. ഓക്കെ, അതിൻ്റേതായുള്ളതൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ ആ ഒരു മാച്ച് കണ്ടത്. പക്ഷേ ടോട്ടൻഹാം ഹോട്ട്സ്പർ ഫസ്റ്റ് ഞെട്ടിച്ച് കളഞ്ഞു. ഫസ്റ്റ് ഹാഫിൽ തന്നെ അവരൊരു ഗോൾ സ്കോർ ചെയ്ത് PSG ഞെട്ടിച്ച് കളഞ്ഞു. ഓക്കെ, ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ പറയാൻ വന്നതാണ്, PSG-യിൽ ലൂയിസ് എൻട്രിക്കെ അപ്ലൈ ചെയ്ത കുറച്ച് ടാക്ടിക്സ് ഉണ്ട്. അത് ആക്ച്വലി മോഡേൺ ഫുട്ബോളിൽ പല എന്താ പറയുക കോച്ചുമാരും അപ്ലൈ ചെയ്യാത്ത രീതിയിലുള്ള, പക്ഷേ ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള രീതിയിലുള്ള, ഗ്രൗണ്ടിൽ ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള രീതിയിലുള്ള പല ടാക്ടിക്സും ലൂയിസ് എൻട്രിക്കെ PSG ടീമിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, കഴിഞ്ഞ സീസണിൽ അത് പലതും പല ഓപ്പോസിറ്റ് വമ്പന്മാരെയൊക്കെ അടിച്ച് നിലത്തി വിടാനുള്ള രീതിയിലുള്ള ആ ഒരു ടാക്ടിക്സ് വർക്കായിട്ടുണ്ട്. ഓക്കെ, ലൂയിസ് എൻട്രിക്കയുടെ. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ചെൽസി ആയാലും ടോട്ടൻഹാം ഹോട്ട്സ്പർ ആയാലും ഇവർക്കൊക്കെ മനസ്സിലായി എന്താണ് ഈ ലൂയിസ് എൻട്രിക്കെ ആ ഒരു ഗ്രൗണ്ടിൽ യൂസ് ചെയ്യുന്ന ടാക്ടിക്സ്. ലൂയിസ് എൻട്രിക്കെ ആ ഒരു ഹൈലൈൻ ഡിഫെൻസിങ് ആയിക്കോട്ടെ, ആ ഒരു പ്രസ്സിങ് മെൻറ്റാലിറ്റി, മിഡ്ഫീൽഡിലുള്ള ആ ഒരു കൺട്രോൾ, അറ്റാക്കേഴ്സിൻ്റെ ആ ഒരു എന്താ പറയുക മെൻറ്റാലിറ്റി, ഇതെല്ലാം മനസ്സിലാക്കി അതിനനുസരിച്ച് ഓപ്പോസിറ്റ് ടാക്ടിക്സ് കൊണ്ടുവരുന്ന ആ ഒരു ചെൽസി തൊട്ട് നമ്മൾ കണ്ടതാണ്. ആ ഒരു ക്ലബ് വേൾഡ് കപ്പിൻ്റെ ഫൈനൽ തൊട്ട്. അത് ആക്ച്വലി ചെൽസി നമ്മൾ കണ്ടത് അവർ എന്താണ് PSG-യുടെ ഈ ഒരു ഹൈലൈൻ ഡിഫൻസ് പൊളിക്കാൻ വേണ്ടി കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ മരസ്കോ ആ ഒരു പ്ലാനായിരുന്നു പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. കൗണ്ടർ അറ്റാക്ക് ചെയ്യുക, PSG-ക്ക് ചിന്തിക്കാനുള്ള സമയം കൊടുക്കാതെ തന്നെ അതിന് മുമ്പ് തന്നെ ഗോൾ സ്കോർ ചെയ്ത് ആ ഒരു കോൾ പാമറിലൂടെയൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇവിടെ ടോട്ടൻഹാം ഹോട്ട്സ്പർ അങ്ങനെയല്ല എടുത്തത്. അവർ ആക്ച്വലി എന്താ പറയുക, ഈ PSG-ക്ക് പ്രോപ്പർ ഒരു ഹൈലൈൻ ഡിഫൻസ് ഉണ്ട്. കഴിഞ്ഞ സീസണിൽ ഹൈലൈൻ ഡിഫൻസ് വളരെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത രണ്ട് ടീമാണ് ബാഴ്സലോണയും പിന്നെ അതുപോലെ തന്നെ PSG-യും. ഓക്കെ, ആ ഒരു ഹൈലൈൻ ഡിഫൻസ് അവർ ഇതിലും കീപ്പ് ചെയ്തിട്ടുണ്ട്. അവർ നല്ല രീതിയിൽ തന്നെയാണ് ബോൾ പൊസൻ ചെയ്തത്. പക്ഷേ ടോട്ടൻഹാം ഹോട്ട്സ്പർ PSG-യെ യൂസ് ചെയ്തത് സെറ്റ് പീസിലൂടെയായിരുന്നു. ഓക്കെ, അത് നല്ലപോലെ കഴിഞ്ഞ മാച്ചിൽ കാണാമായിരുന്നു. സെറ്റ് പീസ് വളരെ കൃത്യമായിട്ട് ടോട്ടൻഹാം ഹോട്ട്സ്പർ യൂസ് ചെയ്തു. ഓക്കെ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ ആ ഒരു ഫസ്റ്റ് വന്ന ഗോളിൻ്റെ ഒരു ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ ന്യൂനോ മെൻഡസ് ഒരു ഫൗൾ സെൻറ്ററിൻ്റെ അടുത്ത് നിന്ന് അദ്ദേഹം ഒരു ഫൗൾ വെച്ചു. അത് വെറുതെ അൺവാണ്ടഡ് ഫൗളായിരുന്നു. അന്ന് ന്യൂനോ മെൻഡസിന് വെക്കേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു, അങ്ങനെ ഒരു ഫൗൾ എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു ന്യൂനോ മെൻഡസിന്. പക്ഷേ ആ ഒരു ഫൗൾ അൺഫോർച്ചുനേറ്റ്ലി ഒന്ന് സെൻറ്ററിൻ്റെ അവിടെ നിന്നല്ലേ, വലിയ ഡേഞ്ചർ ഒന്നും ആവില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും മേ ബി. ഓക്കെ, എന്തായാലും അവിടുന്ന് എന്താണ് ടോട്ടൻഹാം ഹോട്ട്സ്പറിൻ്റെ ഗോൾ കീപ്പർ ഒരു ഷോട്ട്, അതായത് ഒരു സെറ്റ് പീസ് എടുത്തു, അത് നേരെ ക്രോസ് ചെയ്ത് ഇവിടേക്ക് വന്നു. ഡിഫൻസ് ഇങ്ങനെ ഹൈ ബോൾ വരുന്ന സമയത്ത് PSG-യുടെ ഡിഫൻസ് അവിടെ പതറിപ്പോകുന്നുണ്ട്, ചെറുതായിട്ട് പതറിപ്പോകുന്നുണ്ട്. ഓക്കെ, അവരുടെ ഒരു ബോള് എന്താ പറയുക, അവിടുത്തെ ടോട്ടൻഹാം ഹോട്ട്സ്പറിൻ്റെ ലെഫ്റ്റ് വിങ്ങിലെ ഒരു പ്ലെയറിന് കിട്ടി. അദ്ദേഹം ഹെഡ് ചെയ്ത് ബോക്സിലോട്ട് ഇട്ടു. ബോക്സിൽ നിന്ന് ആദ്യം അവരുടെ ടോട്ടൻഹാം ഹോട്ട്സ്പറിൻ്റെ നമ്പർ 6 ഒരു ഷോട്ട് അടിച്ചു. അത് PSG-യുടെ ഗോൾ കീപ്പർ ഷെവലിയർ അത് കൃത്യമായിട്ട് സേവ് ചെയ്തു, ബാറിൽ തട്ടി. പക്ഷേ അത് തിരിച്ച് നേരെ വന്നത് ടോട്ടൻഹാം ഹോട്ട്സ്പറിൻ്റെ ഡിഫൻഡറിൻ്റെ കയ്യിലേക്കാണ്, വേണ്ടവൻ്റെ കയ്യിലേക്കാണ് കിട്ടിയത്. വേണ്ടവൻ അത് പ്രോപ്പറായിട്ട് ഷോട്ട് ചെയ്തു. ആ സമയത്ത് ഗോൾ കീപ്പർ ഔട്ട് ഓഫ് പൊസിഷൻ ആയതുകൊണ്ട് തന്നെ അത് ഗോളായി. അങ്ങനെ ഫസ്റ്റ് അങ്ങനെ പറഞ്ഞില്ലേ, ആദ്യം സെറ്റ് പീസിലൂടെയാണ് ടോട്ടൻഹാം ഹോട്ട്സ്പർ ഗോൾ സ്കോർ ചെയ്തത്. ഓക്കെ, PSG-ക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. PSG എന്താ പറയുക, ഒരു ഹൈ ബോൾ വന്നു കഴിഞ്ഞാൽ PSG-ൻ്റെ ഡിഫൻസ് ഒന്ന് പതറിപ്പോവാണ്. പാച്ചോ ആയാലും പിന്നെ അതുപോലെ തന്നെ മാർക്കിനോസ് ആയാലും ഹക്കീമി ആയാലും ന്യൂനോ മെൻഡസ് ആയാലും. ന്യൂനോ മെൻഡസ് കഴിഞ്ഞ മാച്ചിൽ കുറച്ച് ഔട്ട് ഓഫ് ഫോം ആയിരുന്നു കേട്ടോ. ഓക്കെ, എന്തായാലും ആ ഒരു എന്താ പറയുക, ന്യൂനോ മെൻഡസിൻ്റെ ഔട്ട് ഓഫ് ഫോമും ഡിഫൻസ് ഹൈ ബോൾ വരുമ്പോൾ ആ ഒരു പതറും ടോട്ടൻഹാം ഹോട്ട്സ്പർ ഭയങ്കരമായിട്ട് യൂസ് ചെയ്തു. ഫസ്റ്റ് ഹാഫിൽ ഒരു കംപ്ലീറ്റ് കൺട്രോളിങ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ആ ഒരു മാച്ച് കയ്യിലുണ്ടായിരുന്നത് ടോട്ടൻഹാമിൻ്റെ കയ്യിലായിരുന്നു. പൊസഷനൊക്കെ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ മേ ബി PSG-യുടെ കയ്യിലായിരിക്കും. പക്ഷേ ഞാൻ പറയുന്ന ഒരു അറ്റാക്കിംഗ് സൈഡിലാണ്. ഓക്കെ, ഒരു അറ്റാക്കിംഗ് സൈഡ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ കളി നടന്നത് ചിലപ്പോൾ മേ ബി PSG-യുടെ ബോക്സിലായിരിക്കും. ഓക്കെ, അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് പിന്നെ സെക്കൻഡ് ഹാഫ്, ഫസ്റ്റ് ഹാഫിൽ PSG-യുടെ വന്ന് ചെറിയ അറ്റാക്കുകൾ ഉണ്ടായിരുന്നു, പക്ഷേ ഒന്നും ഇമ്പാക്റ്റ്ഫുൾ അല്ല. സെക്കൻഡ് ഹാഫിൽ തുടക്കത്തിൽ തന്നെ PSG ഒരു ഫൗൾ കമ്മിറ്റ് ചെയ്തു അവരുടെ ഹാഫിൽ. അത് ടോട്ടൻഹാം ഹോട്ട്സ്പർ എടുത്തു. സെയിം സെറ്റ് പീസ് നേരെ സെർജിയോ നമ്മുടെ റൊമേറോ
അർജന്റീൻ ഡിഫൻഡർ ആയിട്ടുള്ള സെയിം ഡിഫൻഡർ തന്നെയാണ് ഇന്ന് 2 ഗോളും സ്കോർ ചെയ്തിട്ടുള്ളത്. ടോട്ടൻഹാം ഹോട്ട്സ്പറിന്റെ ഡിഫൻഡർ ഹെഡ് ചെയ്ത് അത് ഗോളാക്കി 2-0 എന്നുള്ള സ്കോറിന് മുന്നിലെത്തി. ഹക്കീമി എന്താ പറയുക മാർക്ക് ചെയ്യേണ്ട പ്ലെയർ ആയിരുന്നു അത്. അതായത് പറഞ്ഞ ഹൈ ബോൾ വരുന്ന സമയത്ത് PSG ഡിഫൻസ് കഴിഞ്ഞ ദിവസം ഒന്ന് കളിപ്പോയി ചെറുതായിട്ട്. ഓക്കെ, തുടക്കത്തിൽ പിന്നെ അത് ലൂയിസ് എൻറിക്കയ്ക്ക് മനസ്സിലായി, അദ്ദേഹം പറഞ്ഞു കൊടുത്തു എന്ന് തോന്നുന്നു ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷനിലൂടെ. എന്തായാലും ആ ഒരു ബോളും ഗോളായി. PSG 2-0 എന്നുള്ള സ്കോറിന്റെ ബാക്കിലെത്തി ടോട്ടൻഹാം ഹോട്ട്സ്പർ കംപ്ലീറ്റ്ലി ഞെട്ടിച്ച് കളഞ്ഞു. ഓക്കെ, എല്ലാവരും ഞെട്ടിച്ച് കളഞ്ഞു. നമ്മൾ പ്രതീക്ഷിച്ചില്ല PSG ഇങ്ങനെ ഇവരുടെ മുന്നിൽ അടി പതറും എന്നുള്ളത്. ഞാൻ വിചാരിച്ചു പരാജയപ്പെട്ടു, PSG കയ്യിൽ നിന്ന് കളി പോയി. പക്ഷേ PSG അവിടെ നിന്ന് നിർത്തിയില്ല. ലൂയിസ് എൻറിക്കെ എന്ത് ചെയ്തു, ബാർക്കോളിനെയാണ് ഐ തിങ്ക് പിൻവലിച്ചിട്ട് കിങ്ലേനെ കൊണ്ടുവന്നു. പിന്നെ അതുപോലെ തന്നെ ഗോൺസാലോ റാമോസിനെ, ദസേരെ ദുവിനെ പിൻവലിച്ച് ഗോൺസാലോ റാമോസിനെയും കൊണ്ടുവന്നു സബ്ബായിട്ട്. അത് ആ ഒരു 2 സബ്ബ് നടത്തി ഒരു 60 മിനിറ്റിന് ശേഷം പിന്നെ PSG നമ്മൾ വേറൊരു PSG ആണ് കണ്ടത്. ഒസ്മാൻ ഡെമ്പലെ പിന്നെ നല്ല ഫോമിൽ കളിക്കാൻ തുടങ്ങി. ആദ്യം ഞാൻ പറയാമല്ലോ, ഒസ്മാൻ ഡെമ്പലെ ഒരു ക്രോസ് കൊടുത്തു, ഒരു 83-ാമത്തെ എത്ര മിനിറ്റിലായിട്ട് ഒസ്മാൻ ഡെമ്പലെ ഒരു ക്രോസ് കൊടുത്തു. അത് ടോട്ടൻഹാം ഹോട്ട്സ്പറിന്റെ ഡിഫൻസിൽ തട്ടി നേരെ വിറ്റീനെ കിട്ടി. വിറ്റീനെ നേരെ അത് ഫ്രീ ആയിട്ട് നിൽക്കുന്ന ലാക്കിങ്ങിലേക്ക് കൊടുത്തു. അദ്ദേഹം നേരെ നേരെ ഒറ്റ ഷോട്ട്, അത് ഗോളായി. ടോട്ടൻഹാം ഹോട്ട്സ്പറിന്റെ ഗോൾ കീപ്പർ ബീറ്റാനായി. അങ്ങനെ ആദ്യ ഗോൾ PSG 83-ാമത്തെ മിനിറ്റിൽ ഗോൾ സ്കോർ ചെയ്തു. പക്ഷെ എന്നാലും അപ്പോഴും തിരിച്ചു വരുമ്പോൾ എന്നുള്ള പ്രതീക്ഷയില്ല. കാരണം ടോട്ടൻഹാം ഹോട്ട്സ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 പേരുടെ ഡിഫൻസാണ്, ഹൈ ഡിഫൻസാണ്. ഒരു 2 ഗോളിന് മുന്നിലായപ്പോൾ അവർ നല്ല എന്താ പറയുക ഡിഫെൻസീവിലാണ് കളിച്ചത്. പക്ഷേ എവിടേക്കോ പാളിപ്പോയി അവരുടെ. അതാണ് നമ്മൾ കണ്ടത്. PSG അത് പൊളിച്ച് കഴിഞ്ഞ ഒരു ഡിഫൻസ്. പിന്നെ 90 മിനിറ്റും കഴിഞ്ഞ് എക്സ്ട്രാ ടൈം 6 മിനിറ്റ് ഉണ്ടായിരുന്നു. അതിൽ 3-ാമത്തെ മിനിറ്റിൽ ഒസ്മാൻ ഡെമ്പലയുടെ ഒരു അളന്ന് കുറിച്ച പാസ് ടു ഗോൺസാലോ റാമോസ് അത് ഹെഡ് ചെയ്തു, ഉള്ളിലോട്ട് ഇട്ടു. 2-2 എന്നുള്ളൊരു സ്കോറായിട്ട് മാറി. അങ്ങനെ എന്താ പറയുക, ടോട്ടൻഹാം ഹോട്ട്സ്പറിന്റെ ഡിഫൻസ് ക്രോസിലൂടെ തന്നെ PSG പൊളിച്ച് കളഞ്ഞു. അവരെ സെറ്റ് പീസിലൂടെയാണ് പൊളിച്ചെന്നുണ്ടെങ്കിൽ ഇവിടെ ക്രോസിലൂടെ പൊളിച്ചു PSG എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ല, 60 മിനിറ്റിന് ശേഷം ലൂയിസ് എൻറിക്കയ്ക്ക് മനസ്സിലായി PSG എവിടെയാണ് പാളിപ്പോകുന്നത്, അറ്റാക്കിൽ എവിടെയൊക്കെയാണ് ലൂപ്പ് ഹോൾസ് ഉള്ളത് എന്ന്. അതായത് തുടക്കത്തിൽ ഇന്നത്തെ PSG മിഡ്ഫീൽഡ് കൺട്രോളിങ് കുറച്ചതായി പോയി. കാരണം ഫാബിയാൻ റൂയിസിനെയും ജാവോ നവാസിനെ ഇറക്കിയിട്ടില്ല. വിറ്റീനെയും ദസേരെ ദുവയും പിന്നെ അതുപോലെ തന്നെ സിയറി എംബ്രി എന്നുള്ളൊരു യങ് ടാലൻറ്റിയാണ് ഇറക്കിയിട്ടുണ്ടായിരുന്നത് മിഡ്ഫീൽഡിൽ. അത് മാറ്റി ദസേരെ ദുവിനെ പിൻവലിച്ച് സിയറി എംബ്രിനെ പിൻവലിച്ച് ഫാബിയാൻ റൂയിസിനെ കൊണ്ടുവന്നു. അപ്പോൾ കുറച്ചും കൂടി മിഡ്ഫീൽഡിൽ കുറച്ചും കൂടി കൺട്രോൾ കിട്ടി PSG. അങ്ങനെയാണ് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു അറ്റാക്കിങ് ഒക്കെ നടന്നത്. എന്തായാലും ഫൈനൽ സ്കോർ 2-2 എന്നുള്ളൊരു സ്കോറിൽ അവസാനിച്ചു. പിന്നെ നേരെ പെനാൽറ്റിയിലോട്ട് പോയി. ആദ്യം പെനാൽറ്റി ടോട്ടൻഹാം ഹോട്ട്സ്പറാണ് എടുക്കാനുള്ളത്. അവരുടെ സലാൻകെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലെയർ അടിച്ചു, ഫസ്റ്റ് ഗോളായി ടോട്ടൻഹാമിൻ്റെ. ഓക്കെ, PSG വിറ്റീനെ വന്നു. അദ്ദേഹമാണ് PSG ഫസ്റ്റ് പെനാൽറ്റി ടേക്കർ. PSG ഒരു കോൺഫിഡൻസ് കൊടുക്കേണ്ടത് അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ ടിപ്പിക്കൽ സ്റ്റൈലിലൂടെ വന്നു, ഗോൾ കീപ്പർ ഓപ്പോസിറ്റ് സൈഡിലോട്ട് പറഞ്ഞു വിട്ടും ചെയ്തു. പക്ഷേ അദ്ദേഹം അടിച്ചത് പുറത്തോട്ടായി പോയി. PSG ഫസ്റ്റ് ഷോട്ട് തന്നെ, ഫസ്റ്റ് പെനാൽറ്റി തന്നെ മിസ്സായി. പിന്നെ രണ്ടാമത് ടോട്ടൻഹാം ഹോട്ട്സ്പറിന്റെ ബെൻറ്റൻകൂർ വന്നു, അദ്ദേഹവും ഗോൾ സ്കോർ ചെയ്തു. PSG രണ്ടാമത് വന്നത് ഐ തിങ്ക് ഗോൺസാലോ റാമോസ് ആണെന്ന് തോന്നുന്നു. ഗോൺസാലോ റാമോസ്, ഒസ്മാൻ ഡെമ്പലെ, രണ്ടിലാരും ഒരാളാണ്. ഗോൺസാലോ റാമോസ് അദ്ദേഹം വന്നു, ആ ഒരു ഷോട്ട് എടുത്തു, അത് ഗോളായിട്ട് മാറി. പിന്നെ അത് കഴിഞ്ഞ് വന്ന വാൻഡവൻ, അതായത് ടോട്ടൻഹാം ഹോട്ട്സ്പറിന്റെ ഡിഫൻഡർ ആയിട്ടുള്ള ഗോൾ സ്കോർ ചെയ്ത വാൻഡവൻ വന്ന് അത് നേരെ ഷെവിലിയാർ തടുത്തിട്ടു. ഓക്കെ, ഡൊണറൂമയുടെ അഭാവം കൊണ്ടാണ് PSG തോറ്റത് എന്ന് ഇനി വരില്ല. ഓക്കെ, ഷെവിലിയാർ അത് തടുത്തിട്ടുണ്ട്. PSG ഗോൾ കീപ്പറാണ് ഷെവിലിയാർ എന്ന് പറയുന്നത്. ഡൊണറൂമ ഔട്ട് ഓഫ് സ്ക്വാഡ് ആണ്. അതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, താല്പര്യമുള്ളവർക്ക് പോയി കാണുക. അദ്ദേഹം സ്ക്വാഡിലില്ലായിരുന്നു, അതിൻ്റെ കാരണമൊക്കെ ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഷെവിലിയാർ അത് സേവ് ചെയ്ത് കളഞ്ഞു, അവർക്കൊരു ചാൻസ് കിട്ടി. പിന്നെ ഒസ്മാൻ ഡെമ്പലെ വന്നു. ഒസ്മാൻ ഡെമ്പലെ ഇയാൾ റൈറ്റ് ഫുട്ടാണോ ലെഫ്റ്റ് ഫുട്ടറാണോ എനിക്കറിയില്ല. അദ്ദേഹം എന്തായാലും റൈറ്റ് ഫുട്ട് കൊണ്ടാണ് പെനാൽറ്റി അടിച്ചത്, അത് ഗോളായിട്ട് മാറി. എന്തായാലും 3-2 എന്നുള്ളൊരു സ്കോറായിട്ട് മാറി. 2-2 എന്നുള്ളൊരു സ്കോറായിട്ട് മാറി, സോറി. പിന്നെ അത് കഴിഞ്ഞ് ടോട്ടൻഹാം ഹോട്ട്സ്പറിന്റെ ടെല്ല് വന്നു. അദ്ദേഹം ഷോട്ട് എടുത്തു, ഷെവിലിയാറിന് ഓപ്പോസിറ്റ് സൈഡിലോട്ട് അദ്ദേഹം പറഞ്ഞു വിട്ടു. പക്ഷേ അദ്ദേഹം അടിച്ചത് വിറ്റീനിയെ പോലെ പുറത്തോട്ടാണ് അടിച്ചത്. അങ്ങനെ 2 പെനാൽറ്റി മിസ് ചെയ്തു ടോട്ടൻഹാം ഹോട്ട്സ്പർ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്ന ലാക്കിങ്ങിലെ PSG അദ്ദേഹം അത് ഡയറക്റ്റ് ഗോൾ കീപ്പർ ഓപ്പോസിറ്റ് പറഞ്ഞിട്ട് അദ്ദേഹം ഗോൾ സ്കോർ ചെയ്യുകയും ചെയ്തു, പെനാൽറ്റി സ്കോർ ചെയ്തു. അത് കഴിഞ്ഞ് വന്ന ടോട്ടൻഹാം ഹോട്ട്സ്പറിന്റെ പോറോ വളരെ കൃത്യമായിട്ട് അത് ഉള്ളിലോട്ട് ഇട്ടു. പക്ഷേ എന്നാലും 2 ഗോളിന് പിന്നിലായിരുന്നു. 3 എന്നുള്ളൊരു സ്കോറായി മാറ്റി. ഇനി ന്യൂനോ മെൻഡസ് ആണ് വന്ന് അടിക്കാനുള്ളത്. അദ്ദേഹം ഗോൾ സ്കോർ ചെയ്താൽ PSG വിജയിച്ചു. 5ാമത്തത് ന്യൂനോ മെൻഡസ് വന്നു, അദ്ദേഹം ഗോൾ സ്കോർ ചെയ്തു. PSG UEFA സൂപ്പർ കപ്പ് വിന്നറായി. PSG ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് UEFA സൂപ്പർ കപ്പ് വിന്നറാവുന്നത്. ആദ്യമായിട്ടാണ് ചാമ്പ്യൻസ് ലീഗ് ആദ്യമായിട്ടാണ് നേടുന്നത്. സൂപ്പർ കപ്പിന് ക്വാളിഫൈ ആവുന്നത് അതാണ്. അത് ക്വാളിഫൈ ആയി അവർ നേടുകയും ചെയ്തു. എന്നാലും PSG ആണ് ഈ ഒരു സീസണിൽ UEFA സൂപ്പർ കപ്പ് വിന്നർ. പക്ഷേ ടോട്ടൻഹാം പൊരുതി തോറ്റതാണ്. പേഴ്സണലി എനിക്കതാണ് തോന്നിയത്. സംഭവം പൊസഷനൊക്കെ അവരുടെ കയ്യിലാണെന്നുണ്ടെങ്കിലും ടോട്ടൻഹാം കളിച്ചിട്ടുണ്ട് PSG-ക്കെതിരെ. ഇത്രയും നല്ലൊരു ടീമിനെതിരെ. ടോട്ടൻഹാം എന്ന് പറയുന്നത് പ്രീമിയർ ലീഗ് റെലഗേഷൻ സോണിൻ്റെ തൊട്ട് വക്കിൽ നിൽക്കുന്നൊരു ടീമാണ്. ഭാഗ്യത്തിന് റെലഗേറ്റഡ് ആവാതെ പോകുന്നൊരു ടീമാണ്. ആ ഒരു ടീം PSG പോലെ ചാമ്പ്യൻസ് ലീഗിൽ വിന്നറായിട്ടുള്ളൊരു ടീമിനെ
ഇങ്ങനെ പിടിച്ചു നിന്നില്ലേ. എന്തായാലും ഞാൻ ആദ്യം വിചാരിച്ച് ടോട്ടനാം വിജയിക്കും എന്നാണ് കേട്ടോ. പക്ഷേ PSG തിരിച്ചു വന്നു. അവരവരുടെ മേൽ തനി സ്വഭാവം കാണിച്ചു. അപ്പോൾ യുവേഫ സൂപ്പർ കപ്പ് വിന്നർ PSG ആയിട്ടുണ്ട്. ഇനി പ്രീമിയർ ലീഗ് വരാനുണ്ട്, ലാ ലീഗ വരാനുണ്ട്, ഒക്കെ തുടങ്ങുന്നുണ്ട്. ഈ പ്രീമിയർ ലീഗിൽ ഇനി ആഴ്സണൽ വേഴ്സസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് ഫസ്റ്റ് മാച്ച് എന്ന് തോന്നുന്നു. 17-ാം തീയതി ഐ തിങ്ക്. നമുക്ക് നോക്കാം. എന്തായാലും താങ്ക് യു സോ മച്ച്.